ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു LGS ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ഓപ്ഷൻ ഡി, ചെന്നൈ ആണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി, മാഹി. മാഹിയാണ് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി അഥവാ റെഡ് റിവർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി, ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. എന്നാണ് ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത്? എന്നാണ്? ഓപ്ഷൻ സി, 2008 നവംബർ 4 കേട്ടോ. 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നു. 23.5 ഡിഗ്രി നോർത്താണ് ഉത്തരായന രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് ഏതാണ്? നർമ്മദ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യപ്രദേശിലെ ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? മധ്യപ്രദേശിലെ പന്ന ഖനികളാണ്. പന്ന ഖനികളിൽ എന്താണ്? ഓപ്ഷൻ എ, വജ്രം. വജ്രം ഖനിയാണ് പന്ന. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? ഓപ്ഷൻ എ, വജ്രമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം. ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഓപ്ഷൻ ബി, രാസവള വ്യവസായമാണ് ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണൻ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ഓപ്ഷൻ സി, കൊൽക്കത്ത സമ്മേളനം. കൊൽക്കത്തയല്ല, മുംബൈ സമ്മേളനമാണ്. ഓപ്ഷൻ ഡി, മുംബൈ സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുംബൈ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ഓപ്ഷൻ സി, ധാക്ക. ധാക്കയിലാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ്? ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ്? ഓപ്ഷൻ എ, സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ്? ഓപ്ഷൻ എ, സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ ഡി, കേസരി. കേസരി പത്രമാണ് ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഗദ്ദാർ പാർട്ടി ആരാണ് രൂപീകരിച്ചത്? ഓപ്ഷൻ ബി, ലാലാ ഹർദയാൽ. ലാലാ ഹർദയാലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? അപ്പോൾ ഗോവ മോചിപ്പിച്ചത് 1961 ആ സമയത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി, വി.കെ. കൃഷ്ണമേനോൻ. വി.കെ. കൃഷ്ണമേനോനാണ് 1961 ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? വി.കെ. കൃഷ്ണമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ദുർഗേശ നന്ദിനി എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ എ ആണ് ആൻസർ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേശ നന്ദിനി എന്ന നോവൽ എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം. ആന്ധ്രാപ്രദേശ് എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ എ, 1956. 1956 തന്നെയാണ് ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത്. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചതാണ് 1953. ആന്ധ്ര സംസ്ഥാനം എന്ന് ചോദിച്ചാലാണ് 53. 56 വരുമ്പോൾ ആന്ധ്രാപ്രദേശാണ് രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എന്താണ്? ഓപ്ഷൻ ബി നോയിഡ. നോയിഡയാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത്? ഓപ്ഷൻ ഡി വ്യവസായത്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ? ഓപ്ഷൻ ഡി സി കെ ജയകുമാർ. കെ ജയകുമാറാണ് മലയാള സർവകലാശാലയുടെ ആദ്യത്തെ VC. അടുത്ത ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രശസ്തമായ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി മണ്ണടി. മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ അന്തരിച്ചത്. അങ്ങനെയാണ് ആ സ്ഥലം പ്രസിദ്ധമായത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ ഡി 1984. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണത് പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. പൂക്കോട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ശെന്തരുണി വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ഓപ്ഷൻ എ കുറ്റ്യാടി. കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആര്? സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളാണ് സർവ്വവിദ്യാധിരാജൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? അപ്പോൾ മിശ്രഭോജനം ആരാണ് നടത്തിയത്? മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത്? കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുള്ള താലൂക്ക് ഏതാണ്? ഓപ്ഷൻ എ കുന്നത്തൂർ താലൂക്ക്. കുന്നത്തൂരാണ് ഏറ്റവും ചെറിയ താലൂക്ക്. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കും കുന്നത്തൂർ താലൂക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരമാരാണ്? ഓപ്ഷൻ എ ആണ് അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരമാണ് അഞ്ജു ബോബി ജോർജ്. അടുത്ത ക്വസ്റ്റ്യൻ, VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? ഓപ്ഷൻ സി നമ്പൂതിരി സമുദായം. നമ്പൂതിരി സമുദായത്തിലാണ് VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം. ഗാന്ധിജി ഏത് വർഷമാണ് വൈക്കത്തെത്തിയത്? ഓപ്ഷൻ ബി 1925 ഗാന്ധിജി വൈക്കത്ത് എത്തിയത്. വൈക്കത്തെത്തിയ വർഷം 1925. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? സവർണ ജാഥ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ,
ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ആരുടെ നേതൃത്വം? ഓപ്ഷൻ എ KP കേശവ മേനോൻ്റെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 എവിടെ ആരംഭിച്ചു? മലബാറിൽ ആരംഭിച്ചു. KP കേശവ മേനോൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി. അപ്പോൾ 1897 ഈ അമരാവതി സമ്മേളനം നടത്തിയത്. അതിൻ്റെ അധ്യക്ഷനായിരുന്നു C. ശങ്കരൻ നായർ. ചേറ്റു ശങ്കരൻ നായർ എന്ന C. ശങ്കരൻ നായരാണ് 1897 കോൺഗ്രസിലെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം എവിടെയാണ്? ഓപ്ഷൻ ഡി വെങ്ങാനൂർ സ്ഥിതി ചെയ്യുന്നതാണ് അയ്യങ്കാളി സ്മാരകം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് എന്നാണ് നിലവിൽ വന്നത്? 2002 ജനുവരി 26 ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. 2002 ജനുവരി 26 എന്ത് നിലവിൽ വന്നു? ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ ഏതിൻ്റെ മുദ്രാവാക്യം? ഓപ്ഷൻ ബി BSNL. BSNLൻ്റെ മുദ്രാവാക്യമാണ് കണക്റ്റിംഗ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? എന്നാണ് ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്? ഓപ്ഷൻ സി 1950 ജനുവരി 24. റിപ്പബ്ലിക് ഡേ ആവുന്നതിന് 2 ദിവസം മുന്നെയാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. 1950 ജനുവരി 24. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം മുന്നേ അന്ന് പാടാൻ വേണ്ടിയിട്ടായിരിക്കണം ജനഗണമനയെ 2 ദിവസം മുന്നേ ദേശീയ ഗാനമായി അംഗീകരിച്ചു. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 3. ഭാഗം 3 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് മൗലികാവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഭാഗം 3 ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി ആണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര മൗലികാവകാശങ്ങളാണ് ഇന്ത്യയിലുള്ളത്? 6 മൗലികാവകാശങ്ങൾ. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. സ്വത്തവകാശം മാറി ഇപ്പോൾ എത്ര എണ്ണമുണ്ട്? ഇപ്പോൾ 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ. വി ഹരി നായരാണ് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? മനുഷ്യാവകാശ കമ്മീഷനെ ആരാണ് നിയമിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. രാഷ്ട്രപതിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? എത്ര പ്രായത്തിലാണ്, ഏറ്റവും കുറഞ്ഞ പ്രായത്തിലാണ് ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കുന്നത്? മിനിമം പ്രായം ഓപ്ഷൻ ബി ആണ്. 25 വയസ്സായാൽ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓപ്ഷൻ ബി 25 വയസ്സാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ? ഓപ്ഷൻ സി ബംഗാളി. ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ ഏത് ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്? ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഓപ്ഷൻ സി GSAT-9. GSAT-9 ആണ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം GSAT-9. അടുത്ത ക്വസ്റ്റ്യൻ, 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? അപ്പോൾ 15-16 ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ്. കൊല്ലമാണ് ആൻസർ. 2022-23 ഏതിനാണ് കിട്ടിയത്? ഏത് ജില്ലാ പഞ്ചായത്തിനാണ്? തിരുവനന്തപുരത്തിനാണ് 2022-23 സ്വരാജ് ട്രോഫി കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ 2015-16 ഇതിൽ ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ കൊല്ലമാണ്.
പക്ഷേ 2022-23 മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം? 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി കാനഡയാണ് കേട്ടോ. അപ്പോൾ പരിസ്ഥിതി ദിനാഘോഷം 2023 തീം എന്താണെന്ന് നോക്കാം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് 2023 തീം, പ്രമേയം. 2022 ഒരേ ഒരു ഭൂമി മാത്രമെന്നാണ്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവ പരിസ്ഥിതി ദിനത്തിനെ കുറിച്ചൊരു ചോദ്യം വന്നതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. 2022 തീം എന്താണ്? ഒരേ ഒരു ഭൂമി മാത്രം. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് 2023 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രമേയം. 2022 പ്രമേയമാണ് ഒരേ ഒരു ഭൂമി മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാണ് VS അച്യുതാനന്ദൻ. സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാണ് VS അച്യുതാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഓപ്ഷൻ ബി ജോർജ് കുര്യനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ജോർജ് കുര്യനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ, 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? 2017 ONV പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യമായി ലഭിച്ചത് സുഗതകുമാരി. ഓപ്ഷൻ ബി സുഗതകുമാരിക്കാണ് ആദ്യത്തെ ONV പുരസ്കാരം 2017 ലഭിച്ചത്. അപ്പോൾ 2023 ONV പുരസ്കാരം ആർക്ക് ലഭിച്ചു? സി രാധാകൃഷ്ണന് ലഭിച്ചു. 2023 ONV പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനും 2022 ലഭിച്ചത് ടി പത്മനാഭനുമാണ്. അപ്പോൾ 2023 ONV പുരസ്കാരം ആർക്ക് ലഭിച്ചു? സി രാധാകൃഷ്ണൻ. 2022 ലഭിച്ചത് ടി പത്മനാഭൻ. ആദ്യമായി കൊടുത്തത് 2017 അത് ലഭിച്ചതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സുഗതകുമാരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ സി ആർദ്രം. ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സർക്കാർ ആശുപത്രികളുടെ നവീകരണം നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2017 അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുത്തിരുന്ന രാജ്യം? 2017 അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുക്കുന്ന രാജ്യം ഏതായിരുന്നു? ഓപ്ഷൻ എ ഇന്ത്യ. ഇന്ത്യയിലാണ് 2017 അണ്ടർ-17 ഫുട്ബോൾ. ഇന്ത്യ വേദി ആയതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചേക്കുന്നത്. 2017 അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളിലെ ശ്വസനവാതകം. സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? ഓപ്ഷൻ സി ഓക്സിജൻ തന്നെയാണ് സസ്യങ്ങളുടെയും ശ്വസനവാതകം. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ്. ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം? ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം ഏതാണ്? ഓപ്ഷൻ എ മോണോട്രോപ്പ്. മോണോട്രോപ്പയാണ് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം. അടുത്ത ക്വസ്റ്റ്യൻ, സങ്കര ഇനം വെണ്ട ഏതാണ്? സങ്കര ഇനം വെണ്ട ഏതാണ്? ഓപ്ഷൻ സി സൽകീർത്തി. സൽകീർത്തിയാണ് സങ്കര ഇനം വെണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം? റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്നത് ഏത് സസ്യ ഇനത്തിലാണ്? ഓപ്ഷൻ ഡി മുതിര. പയറുവർഗ്ഗം ചെടികളായിട്ടുള്ള മുതിര, പയറുവർഗ്ഗ ചെടികളിലൊക്കെ റൈസോബിയം ബാക്ടീരിയ കാണുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ സി വൈറ്റമിൻ സി ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. ബാക്കി മൂന്നും എ ഡി കെ 3 വൈറ്റമിനും ഉണ്ട്. അവ 3 ഏതിനാണ്? കൊഴുപ്പിലാണ് ലയിക്കുന്നത്. വെള്ളത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ ചൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി എന്താണ്? സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയെ എന്ത് പറയുന്നു? ഓപ്ഷൻ സി
കായിക പ്രജനനം എന്ന് പറയുന്നതാണ് വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? ഓപ്ഷൻ എ വൃക്ക ഒരു വിസർജന അവയവമാണ് മനുഷ്യ ശരീരത്തിലെ. അടുത്ത ക്വസ്റ്റ്യൻ, ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? അപ്പോൾ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ഓപ്ഷൻ ബി ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ സി കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ഓപ്ഷൻ ബി സോഡിയമാണ് ആൻസർ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനായി സഹായിക്കുന്ന ധാതു ലവണമാണ് ഓപ്ഷൻ ബി സോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഏതാണ്? ഓപ്ഷൻ സി ഡോബറൈനർ. ട്രയാഡ്സ് ഡോബറൈനർ. ത്രികങ്ങൾ എന്ന് പറയുന്നത് ട്രയാഡ്സ് ആണ്, ഡോബറൈനർ. അടുത്ത ക്വസ്റ്റ്യൻ, ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ന്യൂട്ടൺ ആണ് ബലത്തിൻ്റെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ എ ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ അയിര്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇവ രണ്ടും ഇരുമ്പിൻ്റെ അയിരാണ്. ഇതിനകത്ത് വരുന്ന ആൻസർ ഓപ്ഷൻ എ ഹേമറ്റൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് ഓപ്ഷൻ ബി പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജുള്ള കണം. അടുത്ത ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ചാർജുള്ളത് ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി മഞ്ഞ. പച്ച, നീല, ചുവപ്പ് ഇവ മൂന്നും പ്രാഥമിക വർണ്ണങ്ങളാണ്. അവയിൽ ഉൾപ്പെടാത്തതാണ് മഞ്ഞ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ ഊഷ്മാവിൽ വായുവിലുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? ഓപ്ഷൻ സി 340 മീറ്റർ/സെക്കൻഡ് ആണ് വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവിനെ എന്ത് പറയുന്നു? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഏതാണ്? ഓപ്ഷൻ എ താപമാണ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഓപ്ഷൻ എ താപം. അടുത്ത ക്വസ്റ്റ്യൻ, രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണം ഏത്? വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണം ഓപ്ഷൻ സി ബാറ്ററി. രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ 80 ക്വസ്റ്റ്യനും കഴിഞ്ഞു. താങ്ക്